നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ജാർ കേക്ക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിനി കേക്ക് തയ്യാറാക്കാം. കേക്കിന് 3/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കപ്പ്, ഇത് 1/4 കപ്പ്, അങ്ങനെ 3/4 കപ്പ് മൈദ. ഇതുപോലെ വടിച്ചാണ് കേക്കിനൊക്കെ അളവെടുക്കുന്നത്. ഇനി ഈ മൈദയിൽ നിന്ന് 2 സ്പൂൺ മൈദ മാറ്റുകയാണ്. ഇത് ടേബിൾ സ്പൂൺ ആണ്, വലിയ സ്പൂണാണ്. ഇതുപോലെ 2 സ്പൂൺ മൈദ മാറ്റി അതിലേക്ക് ഇത് കോൺഫ്ലോർ ആണ്. ഇത് അതുപോലെ തന്നെ കോൺഫ്ലോർ വടിച്ച് 1 സ്പൂൺ തന്നെ ഇതിലേക്ക് ഇടുകയാണ്. ഇത് കൊക്കോ പൗഡർ ആണ്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി 1 ടേബിൾ സ്പൂൺ ഇത് പാൽപ്പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ. ഇത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. ഇനി ഈ പൊടികളെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു 3 പ്രാവശ്യം നല്ല രീതിയിൽ നമ്മൾ അരിച്ചെടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്തേക്കുക. ഇത് 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. മുട്ട സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ മഞ്ഞയൊന്നും ഒട്ടും ഈ വയറ്റിലേക്ക് വീഴാതെ ശ്രദ്ധിക്കണം. പിന്നീട് ഈ പാത്രത്തിൽ ഒട്ടും തന്നെ ജലാംശം ഉണ്ടാവരുത്. വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പതപ്പിച്ചെടുത്തു. ഇതിലേക്ക് 1/3 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്, അത് ചേർക്കുകയാണ്. ഈ പഞ്ചസാര നല്ല രീതിയിൽ അലത്ത് വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്യാണ്. ഇതിലേക്ക് ഇത് കോൺഫ്ലോർ ആണ്. 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നമ്മളൊന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ മുട്ടയിട്ട് മഞ്ഞ ഒന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം തേനാണിത്. തേൻ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ടീസ്പൂൺ. മുട്ടയുടെ മഞ്ഞ ഇതാ നല്ല രീതിയിൽ അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടണം. അതും കൂടി ഇട്ടു. ഇനി നമുക്ക് ഈ മൈദ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ചേർക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ പാല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതും പൊടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതി. അധികം കുത്തി ഇളക്കണ്ട. ഈ എഗ് വൈറ്റിലെ എയർ ബബിൾസ് ഒന്നും പൊട്ടാതെ വളരെ പതുക്കെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ബട്ടർ പേപ്പർ ഇട്ട ഒരു ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ മാറ്റാം. ഇങ്ങനെ അരികത്തേക്കിടെ ഇളക്കി കൊണ്ടുവന്ന്
ഇങ്ങനെ നടുഭാഗത്തേക്ക് നമ്മൾ ആക്കി കൊടുത്താൽ മതി. ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഇത് മൈക്രോവേവ് ഓവനാണ്. പ്രീഹീറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്രീഹീറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കൺവെൻഷൻ മോഡിൽ ഇട്ടിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. ഓവൻ ഒന്ന് സെറ്റ് ചെയ്യാം. കൺവെൻഷനിൽ 160 ഡിഗ്രിയിൽ 35 മിനിറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. കേക്ക് ചെറുതായിട്ടൊന്ന് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. ഇത് ഫുൾ ആറുന്നവരെ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്. നമ്മളിപ്പോൾ ഇത് ചെറു ചൂടോടുകൂടി തന്നെ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാം. അതിലേക്ക് ഇതുണ്ട് ബൂസ്റ്റിന്റെ ഒരു ചെറിയ പാക്കറ്റ്, 5 രൂപയ്ക്ക് കിട്ടുന്ന ചെറിയൊരു പാക്കറ്റില്ലേ, ആ ഒരു പാക്കറ്റ് ഇട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ഡിസോൾവ് ആവട്ടെ. 2 സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഈ പാലും കണ്ടൻസ് മിൽക്കും ബൂസ്റ്റും കൂടെ ചേർന്നപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. ഈ സിറപ്പാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നല്ല രീതിയിൽ തണുത്ത് വരട്ടെ. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് കാരമലൈസ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 കപ്പ് കാഷ്യൂനട്ടാണ്. ഇത് അലങ്കരിക്കാനുള്ളതാണ്. അത് 1 കപ്പ് വേണമെങ്കിൽ ഇടാം. അത് അവരവരുടെ ഇഷ്ടം പോലെ, കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഇതുപോലെ ഒരു പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചേക്കണേ. അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇടുകയാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നട്ട്സ് 1 ടീസ്പൂൺ ബട്ടറിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാണ്. പെട്ടെന്നൊന്ന് പഞ്ചസാര മെൽറ്റ് ചെയ്യാനാണ് അതൊന്ന് 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കാതെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഓഫാക്കാം. ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് മാറ്റിയിടാം. ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഈ കാഷ്യൂനട്ട് എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ബട്ടർ തൂത്തതുകൊണ്ട് പെട്ടെന്ന് ഇളകിപ്പോരും. ഈ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരു കാരമൽ സോസ് ഉണ്ടാക്കണം. ഇതൊരു 1/4 കപ്പ് പഞ്ചസാരയാണ്. അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് പഞ്ചസാര അലിയാൻ പാകത്തിന് 1 സ്പൂൺ വെള്ളം, 2 സ്പൂൺ ഒഴിക്കാം. ഇതൊന്ന് പഞ്ചസാര അലിഞ്ഞ് ഒന്ന് ബ്രൗൺ കളറായി വരും. ഇത് ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം ബട്ടർ ഇടുകയാണ്. ഇത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് ഒഴിക്കണം. ഇതിപ്പോ ആയിട്ടുണ്ട്. പാനി പാകം പോലെ ആക്കിയാൽ മതി. നമ്മൾ ഓഫാക്കുകയാണ്. ഈ പഞ്ചസാര കരിക്കുമ്പോൾ ഗോൾഡൻ കളർ ആയാൽ മതി, കരിഞ്ഞു പോകരുത്. അന്നേരം നമ്മുടെ സ്വാദൊക്കെ മാറിപ്പോകും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം. നല്ല രീതിയിൽ റൂം ടെമ്പറേച്ചറിൽ തണുത്ത് വരണം.
ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഒന്ന് വിപ്പ് ചെയ്യാം. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ 2 ടൈപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ട്. ഒന്ന് മധുരം ഉള്ളതുമുണ്ട്, മധുരം ഇല്ലാത്തതുമുണ്ട്. ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഐസിങ് ഷുഗർ ചേർക്കാം. ഞാൻ ഈ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്യണേ. വിപ്പിംഗ് ക്രീം ഒരുവിധം നല്ല രീതിയിൽ ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റന്റ് ബ്രൂ ഇടുകയാണ്. പിന്നീട് അതിലേക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ്, 5 രൂപയുടെ ഒരു പാക്കറ്റില്ലേ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മൾ ഇതൊന്നുകൂടെ മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ കാരമൽ സിറപ്പ് ഇവിടെ തണുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് സിറപ്പ്, മിൽക്കും കണ്ടൻസ് മിൽക്കും ബൂസ്റ്റും ഇട്ട് ഇത് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇത് നാരങ്ങ നീരാണ്. 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണ്. ഈ കാരമൽ സോസ് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കേക്ക് ഇതുപോലെ പല ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ജാറിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ജാറിൽ ഇറങ്ങുന്ന വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ജാറുകളിൽ സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഫുള്ളായിട്ടും ഇതുപോലെ പീസാക്കിയതിന് ശേഷം ലെയർ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഐസിങ് ചെയ്തു എടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ഒരു ജാർ കേക്ക് ട്രെൻഡാണല്ലോ, അതിനു വേണ്ടി മാത്രം ഞാനിപ്പോൾ ജാറിലിടുന്നു എന്നേ ഉള്ളൂ. ഈ ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ കോണാക്കി എടുത്തിട്ട് അതിൽ ഒഴിച്ചു വെച്ചതാണ്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ഈ ജാറിലൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം ഒരു പീസ് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇത് പാലും കണ്ടൻസ് മിൽക്കും ബൂസ്റ്റും കൂടെ ഇട്ടിട്ടുള്ള സിറപ്പാണ്. ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇതങ്ങ് സോക്ക് ചെയ്യാം. സാധാരണ ഷുഗർ സിറപ്പാണല്ലോ ഇതേപോലെ സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിന് പകരം ഇനി നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് അത് മേളിലൊരു ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇത് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ഒരു ലെയർ കൂടെ കൊടുക്കാം. ഇതൊക്കെ അവരുടെ ഇഷ്ടം ചെയ്യാം. പിന്നെ അടുത്ത ഇതിനകത്ത് ഇറങ്ങുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്തെങ്കിലും മോൾഡ് വെച്ച്, ഗ്ലാസിന്റെ മോൾഡോ കപ്പിന്റെ ഇത് വെച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇനി വീണ്ടും നമ്മൾ ഇത് വെച്ച് സോക്ക് ചെയ്യണം. പിന്നീട് ലാസ്റ്റ് ലെയർ കൂടെ വെക്കണേ. ഇത് സോക്ക് ചെയ്തിട്ട്
അങ്ങനെ നമ്മുടെ ജാർ കേക്ക് റെഡി. ജാർ കേക്ക് നമുക്ക് ഏത് മോൾഡിൽ വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് അതിൻ്റെ വട്ട അനുസരിച്ച് നമ്മളതൊന്ന് കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെയൊന്നും കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ സാധാ രീതിയിൽ ഐസിങ് ടോപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റാണ്, അതുപോലെ നമ്മുടെ ക്രീമും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ജാർ കേക്ക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കണ്ടെയ്നറുകളിലാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.